Hello, I am Dr. Mini PG, Specialist Gynecologist, Al Rukan Medical Center, Ajman. ചില സ്ത്രീകളിൽ തുടർച്ചയായി ഗർഭം അലസി പോകുകയും അല്ലെങ്കിൽ കുട്ടി ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചു പോവുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. പ്രധാനമായും പിടിച്ച ഗർഭത്തിന് വരുന്ന ക്രോമസോം പ്രശ്നങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടുവരാം. ഈ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആ വളരുന്ന ഫീറ്റസിന് ശരിയായ രീതിയിൽ പ്ലാസൻ്റയിൽ നിന്നും ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരികയും പ്ലാസൻ്റൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോവുകയും അങ്ങനെ ഗർഭം അലസി പോവുകയോ അല്ലെങ്കിൽ കുട്ടി ഉള്ളിൽ വെച്ച് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് മരിച്ചു പോവുകയോ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ആൻറ്റിഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി, ആൻറ്റി കാർഡിയോലൈപ്പിൻ ആൻറ്റിബോഡി, ബീറ്റ-2 ഗ്ലൈക്കോപ്രോട്ടീൻ, ലൂപ്പസ് ആൻറ്റികോയഗുലൻ്റ് എന്നുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് അതിൽ പ്രശ്നം കാണുകയാണെങ്കിൽ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ലോ ഡോസ് ആസ്പിരിൻ ഗുളിക കഴിച്ചു തുടങ്ങാം. ഗർഭം പോസിറ്റീവായി കിട്ടിയാൽ ഉടനെ ഇഞ്ചക്ഷൻ, ബ്ലഡ് തിന്നർ ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. അത് ഡെയിലി എടുത്താൽ ഈ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിഹരിച്ചിട്ട് ഹെൽത്തിയായ ഒരു കുഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.